മോന്റെ പെങ്ങന്മാരല്ലേ ഇവര്. അവരിവിടുന്ന് ഇറങ്ങുക പറഞ്ഞ അമ്മയുടെ പാരമ്പര്യം കിട്ടിയിരിക്കുന്നത് കൊണ്ട് തെരുവിലൊന്നും അന്തി ഉറങ്ങേണ്ടി വരില്ല. ആർഭാടത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യമൊക്കെ ഇവള് സമ്പാദിക്കും. ഇല്ലേടി? ഇനി തോന്നിയ ദിവസം പറഞ്ഞ ആങ്ങളെയാന്നൊന്നും നോക്കില്ല. ഇവളുടെ വാക്കും കേട്ട് ഇവിടെ തന്നെ കിടക്കാനാണ് ഭാവമെങ്കിൽ കിടക്കണ കട്ടിലടക്കം പൊക്കിയെടുത്ത് കൊച്ചിക്കായല് താത്ത ഞാൻ. നിന്നെ പോലെ ഉശിരുള്ള അതേ അച്ഛന്റെ മക്കള് തന്നെയാ ഞങ്ങളും. നിന്റെ ഭീഷണിക്ക് മുമ്പിൽ കണ്ണീരോടെ തൊഴുത് കരയാൻ വേറെ പെണ്ണുങ്ങൾ കാണും. ആ കൂട്ടത്തിൽ നീ എന്നെ പിടുത്തണ്ട മോളെ. മാനം മര്യാദയായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരുന്നു. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ ഇനി ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, അത് മറക്കണ്ട. ആരാടി ഈ പുതിയ അവതാരം? പുതിയ താമസക്കാരനാ. ഒന്നെങ്കിൽ വന്നേ. ഇത് പുതിയ ഇറക്കുമതിയാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി താമസിക്കാൻ ഒരു ഇമ്പം കാണും. പിന്നെ പറഞ്ഞു വരുമ്പോ എന്റെ പെങ്ങന്മാര് തന്നെ ഇവരും. പക്ഷേ വകുപ്പ് വേറെയാണെന്നേ ഉള്ളൂ. ഇവരെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ഒപ്പം നിന്നെയും. ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറി താമസിച്ചതിന്റെ ധൈര്യം അപാരം തന്നെ. പക്ഷേ ഇനി ഞാൻ ഇവിടെ വരുമ്പോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത്. അപ്പൊ അതാണ് സംഭവം. ഒറിജിനൽ ഹൗസ് ഓണർ ആണല്ലേ? അല്ല മേഡം പോവാ. ഞങ്ങളോട് വീട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട മേഡം ഞങ്ങള് വീട് ഒഴിയുന്നതിന് മുമ്പ് മേഡം ഒഴിയോന്നാ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യം. അതിന് വാടകക്കാരന്റെ സഹായം വേണ്ടി വരുമ്പോ അറിയിക്കാം. സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പോകണ്ട. അതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ആരും ശല്യപ്പെടുത്താനും എത്തില്ല. കൃഷ്ണേട്ടൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാ വീട്. അത്രയ്ക്കിഷ്ടമായിരുന്നു നിന്റെ അമ്മയെ. കൃഷ്ണേട്ടനും ഗായത്രിയും തമ്മിൽ കോളേജിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരറിഞ്ഞ പ്രശ്നമായപ്പോ കുടുംബസ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് സംശയിച്ച അമ്മാവൻ എന്നെ ബലമായി കൃഷ്ണേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും കൃഷ്ണേട്ടന് നിന്റെ അമ്മയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം ആ ബന്ധവും വളർന്നു. ഒടുവിൽ നീ ജനിച്ചപ്പോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ കൃഷ്ണേട്ടനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. സത്യത്തിൽ ഗായത്രിയെ സംരക്ഷിക്കണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത്. അന്നു മുതൽ മരിക്കുന്ന കാലം വരേക്കും ഗോകുലത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണേട്ടൻ എന്നോട് പറയുമായിരുന്നു. കൃഷ്ണേട്ടൻ മരിച്ചതിന് പിന്നാലെ ഗായത്രിയും പോയി. അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു അവര് തമ്മില്. നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ വീട് വിൽക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം. അല്ലാതെ ആർക്കും അത് വിൽക്കാനാവില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടത്? വണ്ടിയുടെ അടവ് മുടങ്ങിയാ കിടക്കുന്നതെന്ന് എനിക്കറിയില്ലേ. മുതലും പലിശയും ചേർത്ത് മുടങ്ങിയ അടവാ ഞങ്ങൾക്ക് വേണ്ടത്. ഓട്ടം കഴിഞ്ഞ ഉടനെ ഞാൻ അടച്ചു തീർത്തോളാം. ഉപദ്രവിക്കരുത്. വണ്ടിയിൽ പാസഞ്ചർ ഉള്ളതാ. ശരവണ, വണ്ടി പാസഞ്ചർ. പാസഞ്ചർ ലോണും തമ്മിൽ എന്തോടോ ബന്ധം? ഞാനിത് കുറെ നാൾ ഓടിച്ചതാ. ഇനി നീ മുടങ്ങി ലോൺ അടച്ചിട്ട് ഓടിച്ചാ മതി. പാസഞ്ചർ ഇറക്കി വിട്. വേഗം പാസഞ്ചർ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വണ്ടി ഓഫീസിലോട്ട് കൊണ്ടുവരും. തങ്കപ്പേട്ട കൂടെ ചെല്ലേ. വേണ്ട. കണ്ണി കണ്ട തേർഡ് റേറ്റുകൾക്കൊപ്പം സഞ്ചരിക്കാൻ എന്നെ കിട്ടില്ല. ഓട്ടോ വണ്ടി എടുത്തോണ്ട് പോടോ. അല്ല, ഓഫീസിൽ കൊണ്ടുവരോ. അയാൾ കൊണ്ടിടും. മോളെ, ഗേറ്റ് പൂട്ടിട്ട് തന്നെ ഇത്രയും കർക്കശമായിട്ട് തീരുമാനിക്കണോ? ഇന്ന് ഒരു ദിവസം കൂടി ക്ഷമിച്ചൂടെ? ഇല്ല, ഇത് അവരുടെ സ്ഥിരം പരിപാടിയാ. 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും, മാനം മര്യാദയായിട്ട് താമസിക്കണം എന്നൊക്കെ കണ്ടീഷൻ അംഗീകരിച്ചല്ലേ അവരുടെ താമസം ആരംഭിച്ചത്. കള്ളം കുടിച്ച് ബോധമില്ലാതെ നേരം വൈകി വരിക, ചോദിക്കാൻ ചെന്നപ്പോ കണ്ണുരുട്ടി കാണിച്ച് ഭീഷണിപ്പെടുത്താം. ഇനി അങ്ങനെ വിട്ടാ പറ്റില്ല. മനഃപൂർവ്വം വൈകിക്കുന്നതാവില്ല, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണും. അയ്യടാ, വിവരത്തിന് അവരെന്താ മുത്തച്ഛന് കമ്പി അടിച്ചോ? അല്ല,
ഞാനൊരു ഊഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അധികം ഊഹിക്കണ്ട. നാടേതാ വീടേതാ എന്നറിയാത്ത അവരെ താമസിപ്പിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടാന്ന്. അന്നാരും കേട്ടില്ല. മല്ലേച്ചി പറയും പോലെ അത്ര ചെയ്ത കൂട്ടരൊന്നും അല്ല അവര്. ഓ, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കുറവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും തീർന്നു. ദേ, കുടുംബ കാര്യത്തിലൊന്നും തലയിടണ്ട. പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടങ്ങി പഠിച്ചോണം. അല്ല മോളെ, അതിപ്പോ ഗേറ്റ് പൂട്ടിയ അവര് വരുമ്പോ ആര് തുറന്നു കൊടുക്കും? അവരുടെ സൗകര്യത്തിന് ഗേറ്റ് പൂട്ടാനും തുറന്നു കൊടുക്കാനും ഇവിടെ ആരും ഗേറ്റ് കീപ്പർ ഒന്നും വെച്ചിട്ടില്ല. മോളെ മോളെ, അത് ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. മോളെ, ഞാൻ പറയുന്നത് കേക്ക് മോളെ. മോളെ മല്ലി, വേണ്ട മോളെ, മുത്തശ്ശിയല്ലേ പറയുന്നത്. നീ വാ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. തങ്കപ്പോയി എന്താ പോയി? ആ മല്ലിപ്പട്ടാളം ഗേറ്റ് പൂട്ടിയോ? ഓഹോ, നമുക്ക് ഗേറ്റ് ചാടിയാലോ? ആരും ഉറങ്ങിയിട്ടില്ല. ചുമ്മാ നമ്മളായിട്ടൊരു കശപശ ഉണ്ടാക്കണ്ട. പുലിക്ക് പൂച്ചക്കുട്ടിയെ പേടിയാ? തങ്കപ്പോയി എഞ്ചപ്പോയി. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഓർഡർ ചാടാം. ഓക്കേ. ഭാഗ്യം, ആരും കണ്ടില്ല. ആരോ കണ്ടിട്ടുണ്ട്. തന്റെ അമ്മായിമ്മ കണ്ടോ? അവളുടെ ഒരു ഈ മാല അലങ്കരിക്കാൻ ഇങ്ങനൊരു താലി ഇനി വേണ്ട. വലിച്ചെറി. ഞാൻ എറിഞ്ഞാ ഫോറേ പോകത്തുള്ളൂ, നീ എറിഞ്ഞാ വിക്കറ്റ് എറിയും. അവളുടെ ഒരു പൂട്ടും കുടച്ചക്രം. ഇനി ഇതുകൊണ്ട് അവള് പൂട്ടണത് എനിക്കൊന്ന് കാണണം. ഇങ്ങോട്ട് വേണമെങ്കിൽ അയ്യേ, ഇതെന്തത്? ഇങ്ങനെ ബൗൾ ചെയ്യുന്നത് ഞാനറിയാം. ആശുപത്രി മല്ലിക്കണത്തിൽ ഇളകി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. എഴുന്നേക്ക്. നീ ഇങ്ങനെ ആർട്ട് സിനിമയിലെ നായകനെ പോലെ ഒന്നും മിണ്ടാതെ മണിക്കൂറോളം കിടന്നാൽ 12:15 ലാസ്റ്റ് ബസ് അങ്ങ് പോവും. എന്തെങ്കിലും ഒന്ന് പറ. അതെന്താ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞാനൊന്ന് ആശുപത്രിയിൽ പോയാലും ആലോചിക്കാം. ഫസ്റ്റ് ഐഡിയ. കുമ്പസരിക്കാൻ വേഗം അങ്ങോട്ട് ചെല്ല്. അവള് ബോധം തെളിഞ്ഞ് പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് പണയം കൊടുത്ത കാശ് പോയാലും വേണ്ടില്ല. മാനത്തിനും തടിക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അയ്യോ, നമ്മൾ കുടുങ്ങി. പോലീസ് വന്നെന്നാണ് തോന്നുന്നത്. ശരവണ, പോലീസ് താൻ കണ്ടോ? പോലീസിന്റെ ഒരു വിടക്ക് മണം. ഞാൻ പളനിക്ക് പോണേ. ഞാനിവിടെ ഇല്ലട്ടോ. മല്ലിക്കിപ്പോ പുലർച്ചെയാ ഓർമ്മ തെളിഞ്ഞത്. അത് ഞാൻ ഒന്നും മനഃപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവളത് വിശ്വസിക്കുന്നില്ല. പറയുന്നുണ്ടൊന്നും തോന്നരുത്. മല്ലി ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം. അല്ലെങ്കിൽ അവള് വന്ന എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല. അവളൊരു പ്രത്യേക തരം. മോൻ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ തന്ന അഡ്വാൻസ് പണം കൊണ്ട് കടങ്ങൾ വീട്ടിയത് പണമായിട്ട് മടക്കി തരാൻ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഇത് വിറ്റ് അഡ്വാൻസ് എടുത്തോളൂ. മല്ലിമോളുടെ അമ്മയുടെ ആഭരണങ്ങളാ, കല്യാണത്തിനായി വെച്ചതാ.
ഇതൊക്കെ അണിഞ്ഞു വേണം മല്ലിയെ ഒരാളുടെ കൂടെ പറഞ്ഞേക്കാനെന്ന് അവളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ യോഗ ഇല്ലെന്ന് വെച്ചാ ഉപദ്രവിക്കരുത്, എങ്ങനെയെങ്കിലും വീട് ഒഴിഞ്ഞു തരണം. ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ. ഞാനോ എന്റെ കുട്ടികളോ അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. യാത്ര പറയാൻ വന്നതാ. മല്ലിയുടെ കല്യാണത്തിനുള്ള ഈ ആഭരണങ്ങൾ വിറ്റിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തെങ്കിലും അഭിപ്രായം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഞാനിവിടെ നിൽക്കണില്ല. റഹ്മാൻ ടൗണിലൊരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും. എന്നാലും ഇത്രയും വലിയ തുക മടക്കി വാങ്ങാതെ എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കില്ല. ഉണ്ടാകുമ്പോ തന്നാ മതി. ഇറങ്ങട്ടെ.